രചന എലോൺ വോക്കർ. എടി കോപ്പയൊന്ന് പറയുന്ന മനസ്സിലാക്ക്. നീ പറഞ്ഞ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എനിക്കൊരു ജോലി കിട്ടിയതല്ലേ ഉള്ളൂ. അടുത്തുണ്ടായിരുന്നു നിന്റെ മത്തങ്ങാ തല പിടിച്ച് ഞാൻ തേക്കാതെ ചുമല് തേച്ചേനെ. കടത്തേണ്ടി എനിക്ക് ഞാനാണ് വലുത്, നിന്റെ ജോലിയാണ് വലുത്. അവന്റെ പറച്ചിൽ കേട്ട് ചൊറിഞ്ഞു വന്ന നീതു കലിപ്പിൽ ചോദിച്ചുകൊണ്ട് തലചൊറിയാൻ കൈ ഉയർത്തിയത് മുട്ടുകൈയിന്റെ കീഴ്പോട്ട് വിരലറ്റം വരെ മനോഹരമായി വരച്ചു വെച്ച മെഹന്തി കണ്ട് സ്വയം പ്രാഗി. കോപ്പ് ഏത് നേരത്താണോ മനസ്സിൽ പ്രാഗിക്കൊണ്ട് അവൾ വീണ്ടും ഫോണിൽ അലറി. ദാ തെണ്ടി, നിന്നോടാ ചോദിച്ച് നിനക്ക് ഞാനാണോ വലുതാവോ, നിന്റെ പറട്ട ജോലിയാണോ? എന്റെ പൊന്ന് നീതു, നീയൊന്നും ഞാൻ പറയുന്ന കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആദ്യം ഞാൻ ചോദിച്ചുള്ള ഉത്തരം പറ. ഞാനാണോ നിന്റെ ജോലിയാണോ നിനക്ക് വലുത്? പുല്ല്, ഏത് നേരത്താണോ നിനക്ക് കയറി പ്രേമിക്കാൻ തോന്നിയത്? ഇവളെ പ്രേമിക്കുന്നതിന് പോലെ വല്ല ട്രെയിനും തലവച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഒറ്റയടിക്ക് ചത്തേനെ. ഇതിപ്പോ ഓരോ സെക്കൻഡിൽ എന്നെ കൊല്ലുകയാണല്ലോ. ഫോണിന്റെ മറുവശത്ത് ഫോണിൽ നോക്കി പല്ലെറിമിക്കൊണ്ട് അർജുൻ ആത്മകഥ മൊഴിഞ്ഞ്. നിന്റെ ചെവി അടിച്ചു പോയോ? നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. എടി പുല്ലേ, കുറെ നേരം നീ ചുമ്മാ കിടന്ന് വളവള പറയുന്നു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആദ്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒളിച്ചോടി പോകുന്നത് എന്നെ കിട്ടില്ലെന്ന്. കെട്ടുന്നുണ്ടെങ്കിൽ അന്തസ്സായി നാലാൾ കാണുക കെട്ടിക്കൊണ്ടു പോകും. അല്ലാതെ എന്റെ കല്യാണ സദ്യ കളഞ്ഞ് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ഇല്ലാതാക്കി ഞാൻ വരില്ല. മര്യാദക്ക് പറഞ്ഞാ ഇപ്പൊ കല്യാണം വേണ്ടെന്ന്. നിന്റെ തന്തയോട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക് കല്യാണം വേണ്ടെന്ന്? അപ്പൊ നിന്റെ അണ്ണാക്കിൽ പഴം കുത്തിക്കയറ്റി വെച്ചിരുന്നോ? ഇല്ലല്ലോ. പറഞ്ഞിരുത്തി കിതച്ചുകൊണ്ട് അർജുൻ ഫോണിലേക്ക് നോക്കി ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞെടുത്തപ്പോൾ മറുവശത്ത് നീതു ഇതിപ്പോ ആരോടാ പറയുന്നത്, എന്നോടാണോ പറയുന്നതെന്നറിയാ ചെവിയിൽ നിന്ന് ഊർന്നു വീണ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു. എടി തെണ്ടി കോപ്പേ, നീ എന്നോട് ചോദിച്ചില്ലേ നീയാണോ വലുത് ജോലിയാണോ വലുതെന്ന്? എന്നാ അതിന്റെ ഉത്തരം കേട്ടോ. എനിക്ക് വലുത് എന്റെ ജോലിയാ. നീ പോയാൽ നിന്നെക്കാൾ സുന്ദരിയായ മലയാളത്തുള്ള പെണ്ണിനെ കിട്ടും. പക്ഷേ ജോലി പോയാൽ നിന്റെ അച്ഛൻ കൊണ്ടുവരും എനിക്ക് ജോലി. അതുകൊണ്ട് എനിക്ക് ജോലിയാണ് വലുത്. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. പട്ടി, നീ എന്തെങ്കിലും പറയുന്നതിന് മുഴുവൻ എന്റെ അച്ഛൻ്റെ മേക്കിട്ട് കയറുന്നു. എന്നോട് പറയാനുള്ള എന്നോട് പറഞ്ഞാൽ പോരെ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ മുഴുവൻ വിളിക്കും. നീ പറ്റില്ലെങ്കിൽ പോയി കേസ് കൊടുക്ക്. അല്ല പിന്നെ അവൾക്ക് ഒളിച്ചോടണം പോലും. ഓഹോ, അപ്പൊ ഇതാണ് നിന്റെ മനസ്സിരിപ്പ്. ഇതിന് നീ അനുഭവിക്കും. നോയിക്കോ, ഇതെന്റെ ശാപ. നാളെ അവന്റെ മുമ്പിൽ ഞാൻ താലിക്ക് തലവുനിക്കും. നീ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ വരില്ല. അതിനുവേണ്ടി ഞാൻ മുട്ടയിൽ കൂടോത്രം ചെയ്തിന്റെ വീട്ടിൽ കുഴിച്ചിടും. നോയിക്കോ എന്നും പറഞ്ഞ ഫോൺ കട്ടാക്കി അവൾ മലർന്ന് ഒറ്റക്കിടത്ത്. വേണ്ടായിരുന്നു, കല്യാണം വന്നപ്പോൾ തന്നെ മുടക്കിയാൽ മതിയായിരുന്നു. എന്തിനാ വെറുതെ ഞാൻ സമ്മതിച്ചല്ലോ, സമ്മതിപ്പിച്ചല്ലേ. പാവം ഞാൻ. കയ്യിൽ കയറി പിടിച്ചവന്റെ ഗോൾ പോസ്റ്റിൽ നോക്കി ഒരു ഗോൾ അടിച്ചു പോയ കുറ്റത്തിനാണ് നാട്ടുകാർ തെണ്ടികൾ ചട്ടമ്പി എന്ന പേര് നൽകിയത്. വന്ന ആലോചന മുഴുവൻ ആ പേരിൽ മുടങ്ങിയപ്പോൾ അർജുന്റെ കാര്യത്തിൽ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാം തനിയെ മുടങ്ങിപ്പോയതിൽ ചാടിത്തുള്ളി സന്തോഷിച്ച് നടന്നു. ഒടുക്കെ ഏതൊരു അലവരാതി പെണ്ണ് ചോദിച്ചു വന്നു. എല്ലാം അറിഞ്ഞിട്ട് ഇഷ്ടമാണ് പോലും. ആരാണെങ്കിലും അവന്റെ ചട്ടിത്തല കുത്തിപ്പൊട്ടിച്ച് അതിൽ ചെമ്പരത്തി നടണമെന്ന് കരുതി. ഒരു ദിവസം വന്ന് കണ്ടുപോയി ഉറപ്പിച്ചു. അവൻ വരുന്നു എന്ന് പറയുന്ന ദിവസമെല്ലാം അർജുനോട് ഇതിന്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കി. അർജുനോടുള്ള ദേഷ്യം മുഴുവൻ കടിച്ചു പിടിച്ച് നിന്നു. ഇനി എന്ത് ചെയ്യും? ആ തെണ്ടി പറഞ്ഞു കേട്ടില്ലേ എന്നെക്കാൾ സുന്ദരിയായ മലയാള തനിമയുള്ള പെണ്ണിനെ കിട്ടുമെന്ന്. വീട്ടിലിടാ പൊട്ടി നിന്നെ. നിനക്കൊരു പെണ്ണുണ്ടിയായ ഞാനാണ്. വേറെ ഏതെങ്കിലും ഒരുത്തി വന്നാലേ നിന്നെ കൊന്നിയാൻ വേറെ കെട്ടും. അതിനു മുമ്പ് ഞാൻ കെട്ടില്ല. മനസ്സിൽ ഉറപ്പിച്ച് അവൾ ചാടി എഴുന്നേറ്റ് കയ്യിലെ മെഹന്തി കഴുകിക്കളഞ്ഞു. അരസമായി കിടന്ന മുടിയെല്ലാം ഉച്ചയിൽ കെട്ടിവെച്ചൊരു ജീൻസും ടോപ്പും അതിന്റെ മുകളിൽ ജാക്കറ്റും വലിച്ചിട്ട് അവൾ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കല്യാണത്തലേന്നായതുകൊണ്ട് വീട് ഫുള്ളാണ്. ശബ്ദം ഉണ്ടാക്കാതെ പുറത്തേക്ക് നടന്ന അവൾ അച്ഛന്റെ ബൈക്കിന്റെ ചാവി അതിവിദഗ്ധമായി മോഷ്ടിച്ച് ഹാള് കിടന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളൂ. എന്റെ മോൾ ഒളിച്ചോടി പോവാണോ? ബാഗൊന്നും എടുക്കുന്നില്ലേ? പിന്നിൽ നിന്ന് അച്ഛന്റെ ചോദ്യം കേട്ടത് അവൾ ഞെട്ടിത്തിരിഞ്ഞു. കയ്യിലൊരു ബാഗും പിടിച്ച് നിൽക്കുന്ന അച്ഛൻ. അമ്മ. ഞാനൊന്ന് പോയിരുന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു എന്ന ഭാവത്തിൽ കോട്ടുമായിട്ട് നിൽക്കുന്ന അനിയത്തി. ബാഗ് വാങ്ങി പിടിക്കുമോളെ, എന്നിട്ട് വേഗം പോയിക്കോ. കല്യാണി, നാളെ തന്നെ ബാങ്ക് പോയി നീതുവിന് വാങ്ങിയ ഗോൾഡ് ലോക്കറിലിട്ടോ. ഗീതുവിന്റെ കല്യാണത്തിന് വേറെ പൊന്നെടുക്കണ്ടല്ലോ. സദ്യ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ച് നന്നായി. ഇപ്പൊ തന്നെ വിളിച്ച് ക്യാൻസലാക്കിയേക്കാം. എന്റെ പൊന്നി ചേച്ചി, ഒന്ന് പോയി തരാമോ? എനിക്ക് ഉറങ്ങണം. പിന്നെ പോകുന്നതിന് മുമ്പേ ആ കബോർഡിന്റെ കീ എവിടെയാണെന്നൂടി പറ. ഇവരൊക്കെ ഇത് എന്ത് തേങ്ങയാ പറയുന്നെന്ന് ചിന്തിച്ച് നീതു കണ്ണും വീഴ്ച നിന്നു. പെട്ടെന്നാണ് ഹോൺ അടിച്ചുകൊണ്ട് ബൈക്ക് വീണ്ടും മുമ്പിലേക്ക് വന്ന്. അതെത്തിയും ഗീത ഓടി വന്ന് നീതുവിന്റെ കയ്യിൽ നിന്ന് ബൈക്കിന്റെ ചാവി വാങ്ങി. ചേച്ചിക്ക് പോകാനുള്ള ആള് വന്നു. ഇനി അതിൽ പോയിക്കോ. പിന്നെ കുറച്ചേരം കഴിഞ്ഞ് അവകാശം പറ വന്നേക്കരുത്. ഇതൊക്കെ എനിക്കുള്ളതാ. ഇടിവെട്ടിയവനെ പാമ്പ് അടിച്ചു പോലെ നിൽക്കുന്ന നീതുവിനെ നോക്കി ബൈക്കിൽ നിന്ന് അർജുൻ ഇറങ്ങി വന്നു. അച്ഛാ, ഞാൻ മുഹൂർത്തത്തിൽ നിൽക്കണോ അതോ ഈ ചട്ടമ്പി കൂടി ഇപ്പൊ തന്നെ പോണോ? മതി, എല്ലാവരും കൂടി എന്റെ കൊച്ചിനെ കളിയാക്കിയത്. അച്ഛനും അനിയത്തിയും മരുമോനും കൊള്ളാം. എല്ലാം കൂടി അതിനിട്ട് വട്ട് തട്ടുക. എല്ലാവരെയും നോക്കി ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്ന ഗീതുവിനെ ചേർത്തിർത്തി അമ്മ പറഞ്ഞു. മരുമോനോ? എപ്പോ തൊട്ട്? അതൊരു അലർച്ചയായിരുന്നു. ഇനിയും വായ പൊത്തില്ലെങ്കിൽ നാട്ടുകാർ മൊത്തം ഉണരുന്ന് തോന്നി അർജുൻ അവിടെ വായ പൊത്തിപ്പിടിച്ച്. നിന്നെ ആ പെണ്ണാണെന്ന് അന്ന് മുതൽ ഞാനിവിടെ വരുമാനാ. അവളെന്തോ തിരിച്ചു പറയാൻ ഒരുങ്ങിയപ്പോൾ അവന്റെ കൈ വിലങ്ങായി നിന്ന് കണ്ട് അവന്റെ കൈ തട്ടിമാറ്റി അവൾ അർജുനെ രൂക്ഷമായി നോക്കി. അതിന് നീ എപ്പോഴും എന്നെ പെണ്ണാണാ വന്ന്? ബെസ്റ്റ്. നാളെ പത്രക്കുള്ള മുഹൂർത്തത്തിൽ താലികെട്ടാനുള്ള മുതലിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. അച്ഛനും അമ്മയ്ക്ക് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതാണ്. കാണാനുള്ള കോലം തന്നെയുള്ളൂ. ബുദ്ധി 7 പോയിട്ടില്ല.
എടി പോത്തെ, ഏട്ടൻ വന്ന് അന്നെല്ലാം ചടങ്ങിന് മുമ്പ് ഇതേ ഏട്ടനെ വിളിച്ച് വഴക്ക് പറഞ്ഞ് മോന്തയും കനിപ്പിച്ച് നിന്റെ റൂമിൽ അടയിട്ടിരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു കെട്ടാൻ പോകുന്നതിനെ ഒരിക്കലെങ്കിലും കാണണമെന്ന്. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും അറിയണമെന്ന്. ഇതൊരു മാതിരി. മറ്റാരെങ്കിലും മറുപടി പറയുമ്പോൾ ചാടിക്കറി അവിടെ മണ്ടക്കൊന്നു കൊടുത്ത് ഗീതു അതും പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. ഇപ്പൊ മനസ്സിലായിടി കോപ്പേ, നീ ഒളിച്ചോടാൻ വിളിച്ചപ്പോൾ ഞാൻ വരാത്തതിന്റെ കാര്യം. ഇനി നമ്മൾ ഒളിച്ചോടി പോകണോ അതോ നാളെ കല്യാണം കഴിക്കണോ? പോരിനൊരുങ്ങൾക്ക് നീതുവിനെ നോക്കി അർജുൻ ചോദിച്ചപ്പോൾ അമ്മയുടെ കയ്യും പിടിച്ച് അച്ഛൻ അകത്തേക്ക് വലിഞ്ഞു. അവനെ രൂക്ഷമായി നോക്കി അവൾ അകത്തേക്ക് കയറി വാതിലടച്ചു. പിറ്റേന്ന് അവൻ താലി ചാർത്തുമ്പോഴും അവളുടെ മുഖം ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവളെ കൊണ്ടുപോകാനുള്ള സമയമായി. ഏറെ നേരമായിട്ട് അവളെ കണ്ടില്ല. അച്ഛാ അച്ഛാ, ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന ഗീതു അച്ഛൻ്റെ കയ്യിൽ പേപ്പർ കൊടുത്തു. 4 മടക്കിയ പേപ്പർ നിവർത്തി നോക്കി അദ്ദേഹം ചുറ്റിൽ നോക്കി. അർജുനെ കാണാനില്ലെന്ന് അയാളുടെ ചുണ്ടിൽ ചിരി വിടർന്നു. കരഞ്ഞിരുന്ന ഗീതുവും ചിരിയോടെ നിന്നപ്പോൾ അമ്മ വന്ന് പേപ്പർ വാങ്ങി. അതിലുള്ളത് വായിച്ചതും കിളിപോയ മട്ടിൽ അവർ വായും പൊളിച്ച് നിന്നു. അച്ഛനും അമ്മയും ക്ഷമിക്കണം, ഗീതുവിനെങ്കിലും നല്ല രീതിയിൽ കെട്ടിച്ചയക്കണം. പണ്ടേ പ്ലാൻ ചെയ്താ ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിച്ചേക്കുന്നതിന് അച്ഛനിക്ക് കല്യാണം ആലോചിച്ചപ്പോൾ സഹിച്ചില്ല. വെച്ച കാലം മുന്നോട്ട് തന്നെ, പുറകോട്ടില്ല. അതിനാൽ താലി കെട്ടിയ ഉടനെ ഞങ്ങൾ ഒളിച്ചോടി. എൻ്റെ സ്വർണ്ണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒളിച്ചോടിയതല്ലേ, ഒരു ഗുമ്മിന് വേണ്ടി അച്ഛനൊരു മോതിരം, അമ്മയുടെ 4 പവൻ്റെ മാലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ചോദിച്ചു വരരുത്, തരില്ല. അതെടുത്ത് നിങ്ങൾ രണ്ടാളുടെയും ഓർമ്മയ്ക്കല്ല, എനിക്ക് വിൽക്കാനാണ്. കടം കയറി കുത്തുവാളെടുക്കുമ്പോൾ ജീവിക്കണ്ടേ, അതിനുള്ള മുൻകരുതൽ. അപ്പോൾ പോട്ടെ, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാണ് കേട്ടോ എന്ന് സ്വന്തം നീതു.